ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂകളിലും അതേപോലെ ജോബ് സെർച്ചിങ് സൈറ്റുകളിലും ആവശ്യപ്പെടുന്ന ഒന്നാണ് പോർട്ട്ഫോളിയോ. അതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പഠിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ചെയ്തതുപോലെ ഒരു ഫോൾഡർ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങളുടെ നല്ല 3D ഇമേജുകളും അതേപോലെ തന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്ങും ഈ ഒരു ഫോൾഡറിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ CAD ഡ്രോയിങ് ആണെങ്കിൽ അത് PDF ആക്കാതെ നിങ്ങൾ JPG ആക്കി സേവ് ചെയ്ത് ഈ ഫോൾഡറിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ തന്നെ 3D വ്യൂ ആണെങ്കിൽ JPG ആയാലും PNG ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ കാൻവ എന്ന് ടൈപ്പ് ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയതിനു ശേഷം ഇതിലെ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം പോർട്ട്ഫോളിയോയുടെ ഡിസൈൻസ് ഒരുപാട് വന്നതായിട്ട് കാണാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പെയ്ഡ് ആയിട്ടുള്ളതും കാണാം, ഫ്രീ ആയിട്ടുള്ളതും കാണാവുന്നതാണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യാം. ഈ ഇങ്ങനെ സെലക്ട് ചെയ്ത ഡിസൈൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഇനി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് പോർട്ട്ഫോളിയോയുടെ ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ പേജിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. അത് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് അതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണുന്ന ഇമേജസിന് പകരം നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത 3D വ്യൂ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന ഓപ്ഷൻ കാണാം. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ഫയൽ കാണാം. അപ്ലോഡ് ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു 3D ഇമേജോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത അതിനുശേഷം ആ ഇമേജിൽ ഒറ്റ ക്ലിക്ക് ചെയ്യുക. ആ ഒറ്റ ക്ലിക്കിൽ തന്നെ ആ ഇമേജ് നമ്മളുടെ ഡിസൈൻ സെലക്ട് ചെയ്ത ഡിസൈനിലേക്ക് മൂവ് ആയതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ആ വ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള ആ ഇമേജിലേക്ക് ഒന്ന് മൂവ് ചെയ്യിച്ചാൽ അത് അവിടെ അറ്റാച്ച് ആയതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൽ പോർട്ട്ഫോളിയോൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് കളറാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കാം. അതേപോലെ ഇമെയിൽ ID ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+C അടിക്കാം. എന്നിട്ട് Ctrl+V അടിച്ചാൽ പേസ്റ്റ് ആവും. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് എടുത്താൽ കോപ്പി കാണാം. എന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്കിൽ തന്നെ പേസ്റ്റും കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അത് പേസ്റ്റ് ആയ വീണ്ടും അതിൻ്റെ ഒരു കോപ്പി വന്നതായിട്ട് കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഓരോന്നും ഓരോ ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ
ഫസ്റ്റ് പേജിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇമേജിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്ലസ് കാണാം, അല്ലെങ്കിൽ താഴത്തായിട്ട് ആഡ് പേജ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആയതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ പേജിൽ നമ്മുടെ ഒരു അടിപൊളി ഒരു ബയോഡാറ്റ അഥവാ റെസ്യൂം തയ്യാറാക്കാം. റെസ്യൂമിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾ ഈ രണ്ടാമത്തെ പേജിൽ ഉൾക്കൊള്ളിക്കുക. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ അടിപൊളിയായിട്ട് ഈ ഒരു പേജിൽ നിന്ന് തന്നെ ഇതെല്ലാം അടങ്ങിയ ഒരു ഡിസൈന് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ഡിസൈനാണ് ഞാൻ രണ്ടാമത്തെ പേജിന് വേണ്ടി സെലക്ട് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ Ctrl+A അടിച്ച് ഓൾ സെലക്ട് ആക്കി, അതിനുശേഷം Ctrl+C അടിച്ചു. എന്നിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്തു. അതിൽ രണ്ടാമത്തെ പേജിൽ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നേരെ അവിടെ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് അടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ആ പേജ് രണ്ടാമത്തെ പേജിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഫോട്ടോ ഇമേജസ് കൊടുക്കണമെങ്കിൽ ഇമേജസ് കൊടുക്കാം. അതേപോലെ കളർ ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന. ഇനി നമുക്ക് മൂന്നാമത്തെ പേജ് ആഡ് ചെയ്യാം. ഇനി വരുന്ന പേജുകളിൽ നമുക്ക് നമ്മളുടെ 3D ഇമേജുകളും അതേപോലെ ഓട്ടോക്യാഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ഡ്രോയിങ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയെന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നേരത്തെ അത് അപ്ലോഡ് ഫയലിൽ PDF സെലക്ട് ചെയ്തു. അപ്പോൾ PDF സെലക്ട് ചെയ്തതിന് ശേഷമുള്ള എററാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടോകാഡ് ഡീറ്റെയിൽ ഡ്രോയിങ് സേവ് ചെയ്യുമ്പോൾ അത് JPG ആക്കി സേവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3D വ്യൂവും അതേപോലെ ഓട്ടോകാഡ് ഡീറ്റെയിൽ ഡ്രോയിങ്ങിൻ്റെ JPG ഫയലും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് ഓരോ പേജിനും ഹെഡിങ് കൊടുക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ മൈ റെൻഡറിങ് എന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഒരു പേജിലേക്ക് പോയിട്ട് അടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് പേസ്റ്റ് അടിക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് കോപ്പി എടുത്ത് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി പേസ്റ്റ് അടിച്ചാൽ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മുകളിലേക്ക് ഈ ടെക്സ്റ്റ് വന്നതായിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് പേജിൽ ഒരു താങ്ക്സ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അവസാനമായി ചെയ്യേണ്ടത് ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ ഒറ്റ PDF ഫയലായിട്ട് സേവ് ചെയ്യണം. അതെങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ സിസ്റ്റത്തിൻ്റെ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുക. അവിടെ മൗസിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ PNG അല്ലെങ്കിൽ JPG ആക്കി കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്താൽ അത് ഡൗൺലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്.
അതിന് ശേഷം ഞാൻ ഡൗൺലോഡിൻ്റെ ഫോൾഡറിലേക്ക് പോകുന്നു. അവിടെ ഡൗൺലോഡായ ആർച്ചീവ് ഫയൽ കട്ട് എടുത്തു. എന്നിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ പോയിട്ട് പേസ്റ്റ് അടിച്ച് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലാണ് പേസ്റ്റ് ചെയ്യുന്നത്. അർച്ചീവ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ കാണാം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓരോ പേജസും ഓരോ സെപ്പറേറ്റ് ആയിട്ട് അവിടെ വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ സെപ്പറേറ്റ് ആയി നിന്ന ഇമേജസ് എല്ലാം നമുക്കൊരു PDF ഫയലാക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ക്രോമിൽ പോയിട്ട് I love PDF എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച ഫയൽ JPG ആണെങ്കിൽ JPG to PDF എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ PNG to PDF എന്ന കോളത്തിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സെലക്ട് JPG ഇമേജ് കൊടുക്കുക. ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.